UDFിൻ്റെ സീറ്റെണ്ണം 15-ൽ താഴേക്ക് പോയാൽ VD സതീശൻ പഴി മുഴുവൻ കേൾക്കേണ്ടി വരും. കഴിഞ്ഞ തവണ നേടിയ 19 കിട്ടിയില്ലെങ്കിലും 17 സീറ്റെങ്കിലും നേടാൻ കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പ്രതിപക്ഷ നേതാവിന് തന്നെയാണ്. KPCC പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായതിനാൽ മറ്റു മണ്ഡലങ്ങളിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നേട്ടത്തിൻ്റെ പങ്ക് പറ്റാനും കഴിയില്ല. പക്ഷേ കോൺഗ്രസിന് തിരിച്ചടി സംഭവിച്ചാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും കെ സുധാകരന് കഴിയില്ല. മറ്റെല്ലായിടത്തും കോൺഗ്രസ് ജയിക്കുകയും കണ്ണൂരിൽ തോൽക്കുകയും ചെയ്താൽ അധികകാലം KPCC പ്രസിഡന്റിൻ്റെ കസേരയിൽ കെ സുധാകരൻ ഉണ്ടാകില്ലെന്ന് വേണം കരുതാൻ. നേട്ടമാണെങ്കിലും കോട്ടമാണെങ്കിലും അതിനൊരേ ഒരു അവകാശമേ ഉള്ളൂ LDFിൽ. അത് അവരുടെ ക്യാപ്റ്റനാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറഞ്ഞത് 5 സീറ്റ് നേടാൻ കഴിഞ്ഞാൽ പിടിച്ചു നിന്നു എന്ന് പറയാൻ പറ്റും. അതിന് മുകളിലോട്ട് പോയാൽ നേട്ടമാണ്. 5 കിട്ടിയില്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരും LDFിന്. അങ്ങനെ സംഭവിച്ചാൽ പാർട്ടിക്കകത്ത് ഒറ്റപ്പെട്ടതാണെങ്കിലും പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്ന നേതാക്കൾ ഉണ്ടായേക്കാം. LDFിലെ കക്ഷികൾക്കും എതിർസ്വരങ്ങൾ ഉയർത്തേണ്ടി വരും, പ്രത്യേകിച്ച് CPIക്ക്. ഇത്തവണയും അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ BJP നേതൃത്വത്തിലുള്ള പലരുടെയും തല ഉരുളും. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുരേന്ദ്രൻ ഉണ്ടാകില്ല. മുമ്പ് നൽകിയതുപോലൊരു പരിഗണന കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് V മുരളീധരനും പ്രതീക്ഷിക്കേണ്ടതില്ല. പാളയത്തിൽ പട മുമ്പെങ്ങും ഉണ്ടാകാത്ത തരത്തിൽ BJPക്ക് അകത്തുണ്ടാകുമെന്ന് ഉറപ്പ്. ആലപ്പുഴയിൽ കൊണ്ടുപോയി ഒതുക്കിയെന്ന് പറഞ്ഞ് ആദ്യ വെടിപൊട്ടിക്കുക ശോഭാ സുരേന്ദ്രനാകും. പിന്നാലെ രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപിയും G കൃഷ്ണകുമാർ മുതൽ മോദിക്കൊപ്പം വണ്ടിയിൽ കയറ്റിയില്ലെന്ന് പറഞ്ഞ് മലപ്പുറത്ത് മത്സരിച്ച M അബ്ദുൽ സലാമും വരെ രംഗത്ത് വരാം. പത്തനംതിട്ടയിലും കോട്ടയത്തും NDAക്ക് വോട്ട് കുറഞ്ഞാൽ PC ജോർജും പാപഭാരം ചുമക്കണം. അനിൽ ആന്റണി കൊള്ളില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് തിരിച്ചു ചോദിക്കും PC. അല്ലേ കണ്ടോ? മലപ്പുറത്തും പൊന്നാനിയിലും ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞാൽ സമസ്തയുമായുള്ള അടിയാണ് കാരണമെന്ന് ലീഗിന് വിലയിരുത്താം. മറിച്ചാണെങ്കിൽ സമസ്തയെ കൂസാതെ മുന്നോട്ട് പോകാനുള്ള ലൈസൻസാണ് ലീഗിനത്. കഴിഞ്ഞ തവണത്തെ 0-ൽ നിന്ന് ഒരു സീറ്റെങ്കിലും വിജയിപ്പിക്കാൻ പറ്റിയാൽ CPI സെക്രട്ടറി എന്ന നിലയിൽ ബിനോയ് വിശ്വത്തിന് കയ്യടി കിട്ടും. കേരള കോൺഗ്രസിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ കോട്ടയത്ത് അടിതെറ്റിയാൽ മുന്നണിയിലെ നിലനിൽപ്പ് പോലും അത്ര സുഖകരമാവില്ല ജോസ് കെ മാണിക്കും കൂട്ടർക്കും. ഫ്രാൻസിസ് ജോർജ് വിജയിച്ചാൽ മെലിഞ്ഞുണങ്ങുന്ന PJ ജോസഫിനും കൂട്ടർക്കും പിടിവള്ളിയായിരിക്കും അത്. ഇനി ഒരു സർവേയിൽ പറഞ്ഞതുപോലെ LDFിന് ഒരു സീറ്റ് പോലും ഇല്ലാതിരിക്കുകയും BJP അക്കൗണ്ട് തുറക്കുകയും ചെയ്താൽ CPMൻ്റെ അടിത്തറ ഇളകിയെന്ന് പറയേണ്ടി വരും. CPM വോട്ട് BJP കൊണ്ടുപോയാൽ മാത്രമേ അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പ്രചാരണം നടത്തിയ CPMന് അത് ഉണ്ടാക്കാൻ പോകുന്ന ദീർഘകാല പ്രത്യാഘാതം വളരെ വലുതാണ്.